ഈ പെങ്ങാമ്പ സ്കൂളിൽ നിന്നാണ് ഒരു നല്ല വിദ്യാർത്ഥിയായി പഠനം തുടങ്ങി ഇന്ന് നല്ല രീതിയിൽ നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ ചെറുപ്പത്തിൽ ഒരുപാട്, നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ, ഒരുപാട് ആളുകളുമായിട്ടാണ് ഞങ്ങൾ കൂട്ടായി ചേർന്നുകൊണ്ടാണ്, ഒരു കുടുംബത്തെ പോലെയാണ് ഇവിടെ വിദ്യാഭ്യാസം പഠിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നത്. അന്ന് ഞങ്ങളെ ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് തങ്കമണി ടീച്ചർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, ജോബ് മാസ്റ്റർ ഉൾപ്പെടെ പറയാൻ കഴിയാത്ത അത്ര അധ്യാപകർ ചേർത്ത് പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്ന രീതിയിൽ ഞങ്ങൾക്ക് കൃത്യമായി ക്ലാസ്സുകളെടുത്ത് പഠനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സാംസ്കാരിക രംഗത്ത് ഞങ്ങളൊക്കെ വാശിയോടുകൂടി മത്സരിച്ച ആളുകളാണ്. ഈ സ്കൂളിൻ്റെ തുടക്കം മുതൽ ഒരു 5ാം ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ക്ലാസ് ലീഡറായി പൊതുപ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ സാംസ്കാരിക രംഗത്ത്, നാടകരംഗത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിനുശേഷം നിന്ന് പോയപ്പോൾ മറ്റൊരു തൊഴിൽ കിട്ടിയപ്പോൾ പോലും പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് കുറച്ചു കാലം കടന്നുപോയി. അതേപോലെ തന്നെ എല്ലാ രംഗത്തും, സ്കൂളിൽ സ്പോർട്സ് രംഗത്തായാലും എല്ലാം, വോളിബോളാണ് അത് ഞങ്ങളുടെ പഞ്ചായത്ത് ഈ സ്കൂളിലെ ഏറ്റവും വലിയ കളി, വോളിബോൾ മത്സരം. അങ്ങനെ എല്ലാ രംഗത്തും നമുക്ക് നിറഞ്ഞു നിന്നുകൊണ്ട് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലെ ഒരു കുടുംബമായി ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം മാറി ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല സ്കൂളാണ് നമ്മുടെ പെങ്ങാമുക്ക് ഹൈസ്കൂൾ. നമുക്കറിയാം 1000 മുതൽ 1500 വരെ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെയൊക്കെ പഠനകാലത്ത് ഇവിടെ പഠിച്ച് വിവിധ മേഖലകളിൽ തൊഴിൽ നേടി ഉന്നതങ്ങളിലേക്ക് കടന്നു പോയിട്ടുള്ളത് എന്ന് യാഥാർത്ഥ്യമാണ്. ഇന്ന് ആ ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ 84-85 കാലഘട്ടത്തിലാണ് ഞാനായിരുന്നത്. ഇതേപോലെ തന്നെ എല്ലാ വർഷവും ഞങ്ങൾ സമന്വയിപ്പിക്കുന്നു. ഓരോ മേഖലകളിലും കടന്നു വന്ന് എന്നോടൊപ്പം പഠിച്ച 56 പിന്നിട്ട എല്ലാവരും ഇന്ന് റിട്ടയർ ചെയ്തു. അതേപോലെ തന്നെ 87ാം വാർഷികാഘോഷത്തിനും അതുപോലെ തന്നെ ഇവിടുന്ന് വിരമിക്കുന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.